ഹായ് വിദ്യാർത്ഥികളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് NSMSന്റെ ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ NSMS ലെഡ്ജർ ക്രിയേഷൻ, അതുപോലെ തന്നെ ഗ്രൂപ്പ് ക്രിയേഷന്, അപ്പോൾ എങ്ങനെയാണ് ലെഡ്ജർ ക്രിയേഷൻ ചെയ്യുന്നത്, അതുപോലെ ഗ്രൂപ്പ് ക്രിയേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ക്ലാസ് നമ്മുടെ NSMSന്റെ വകയാണ്. അപ്പോൾ നമുക്ക് NSMSന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും പങ്കെടുക്കാം. താങ്ക് യു. ഹായ് പ്രിയ വിദ്യാർത്ഥികളെ, ഞങ്ങളെ സ്വന്തം നസീമ മിസ്സാണ്. പിന്നെ ഞാൻ ടാലിൻ്റെ ക്ലാസ് എടുക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സാർ നിങ്ങൾക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യാനും അതിൻ്റെ അൾട്രേഷനും കമ്പനിയിൽ എന്തൊക്കെയാണ് ചെയ്യണം, അഡ്രസ്സും കാര്യങ്ങളും കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇനി നമുക്ക് അതിനുശേഷം ചെയ്യാനുള്ളത് ഗ്രൂപ്പാണ്. അതായത് ഗ്രൂപ്പ് ക്രിയേഷൻ, സിംഗിൾ ഗ്രൂപ്പ് ക്രിയേഷൻ. ആ ഗ്രൂപ്പ് ക്രിയേഷനിൽ നമുക്ക് ചെയ്യാനുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന് ബിൽഡിങ്, ഒന്ന് ഓഫീസ് എക്യുപ്മെൻറ്റ്, അടുത്തത് ഡിപ്രീസിയേഷൻ. ഇത് ഗ്രൂപ്പിൻ്റെ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അണ്ടർ ഏതാ കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ നേച്ചർ ഓഫ് ഗ്രൂപ്പ് ഏതാന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കുക. നമ്മൾ ആദ്യം ഗേറ്റ് വേ ഓഫ് ടാലി ഓപ്പൺ ചെയ്യുക. ആ ഗേറ്റ് വേ ഓഫ് ടാലി ഓപ്പൺ ചെയ്തിട്ട് അതിൽ മാസ്റ്റേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ അക്കൗണ്ടിങ് ഇൻഫോ, ആ അക്കൗണ്ടിങ് ഇൻഫോ നമ്മൾ ഓപ്പൺ ചെയ്താൽ പിന്നെ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മൾ ഗ്രൂപ്പ്, ലെഡ്ജർ എന്ന് പറയുന്ന 2 ഓപ്ഷൻ വേണം. അപ്പം നമുക്കിപ്പോൾ ചെയ്യാനുള്ളത് ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ എൻ്റർ കൊടുക്കുക. ആ ഗ്രൂപ്പിൽ എൻ്റർ കൊടുത്താൽ നമ്മളവിടെ സിംഗിൾ ഗ്രൂപ്പ് എന്ന് കാണും. ആ സിംഗിൾ ഗ്രൂപ്പിൽ ക്രിയേറ്റ്, ഡിസ്പ്ലേ, അൾട്ടർ. അതിൽ നമുക്ക് ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്യാനുള്ളത്, ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ക്രിയേറ്റ് ചെയ്തത് കാണാനുള്ളത്. അടുത്ത് വരുന്ന അൾട്ടർ. അൾട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത ഗ്രൂപ്പിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അൾട്ടർ എന്ന ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ആദ്യം ക്രിയേറ്റ് എടുക്കുമ്പോൾ ഈ പുതിയ വിൻഡോ വരും. അതായത് ഗ്രൂപ്പ് ക്രിയേഷൻ. അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ടാവും എന്താണ് ഗ്രൂപ്പ് ക്രിയേഷൻ. അവിടെ നമുക്ക് ഏതാ കൊടുക്കാനുള്ളതെന്ന് കൊടുക്കാം. നമുക്ക് ആദ്യം എന്താണ് ബിൽഡിംഗ് ആണ്. ആ ബിൽഡിംഗ് കൊടുത്തതിന് ശേഷം അതിൻ്റെ അണ്ടർ ഇത് ഏത് ഗ്രൂപ്പാണ് എന്നുള്ള അണ്ടർ കൊടുക്കാനുണ്ടാവും. ബിൽഡിങ്ങിൻ്റെ അണ്ടർ എന്താണ് പ്രൈമറിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിനുശേഷം ഇതിൻ്റെ നേച്ചർ ഓഫ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിക്കും. അതായത് ഈ നേച്ചർ ഓഫ് ഗ്രൂപ്പ് പറഞ്ഞാൽ അതിൻ്റെ സ്വഭാവം ഏത് രീതിയിലുള്ളതാണ്. അപ്പം നമ്മളിത് ബിൽഡിംഗ് എന്നുള്ളത് നമുക്ക് എന്താണ് അസെറ്റ് ആണോ, എക്സ്പെൻസ് ആണോ, ഇൻകം ആണോ, ലയബിലിറ്റി ആണോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്താ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് അസെറ്റ് ആണ്. അപ്പം നമ്മൾ അസെറ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എൻ്റർ അടിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യും. അടുത്തുള്ളത് നമുക്ക് അടുത്ത് പറയുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓഫീസ് എക്യുപ്മെൻ്റ് ആണ്. അതിൻ്റെ അണ്ടർ പ്രൈമറി, അതിൻ്റെ നേച്ചർ ഓഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഇതിൽ പോയിട്ട് ഗ്രൂപ്പ് ക്രിയേഷനിൽ പോയിട്ട് രണ്ടാമത് കൊടുക്കുക. എന്ത് ഓഫീസ് എക്യുപ്മെൻറ്റ് പ്രൈമറി കൊടുക്കുക. അതിൻ്റെ നേച്ചർ ഓഫ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഓഫീസ് എക്യുപ്മെൻറ്റിൻ്റെ അണ്ടർ ഏതാണെന്ന് നോക്കുക. അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ള രീതിയിലാണ്. അപ്പം നമ്മൾ എക്സ്പെൻസ് കൊടുക്കുക, സേവ് ചെയ്യും. അടുത്തത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഡിപ്രീസിയേഷൻ എന്നുള്ള ഗ്രൂപ്പാണ്. ഡിപ്രീസിയേഷൻ കൊടുക്കുക. അതിൻ്റെ അണ്ടർ പ്രൈമറി, അതിൻ്റെ നേച്ചർ ഓഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എക്സ്പെൻസ്, അത് കൊടുത്തിട്ട് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ക്രിയേഷൻ ചെയ്തു. 3 ഗ്രൂപ്പുകളാണ് ഉള്ളത്: ബിൽഡിങ്, ഓഫീസ് എക്യുപ്മെൻറ്റ്, ഡിപ്രീസിയേഷൻ. അതിൻ്റെ അണ്ടറുകൾ കൊടുത്തു. അതിൻ്റെ നേച്ചർ ഓഫ് ഗ്രൂപ്പും കൊടുത്തു കഴിഞ്ഞ് അതിനുശേഷം നമുക്ക് ഇനി ക്രിയേറ്റ് ചെയ്യാനുള്ളത് ലെഡ്ജറാണ്. ലെഡ്ജറും ഗ്രൂപ്പും തന്നെ വ്യത്യാസമുണ്ട്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ലെഡ്ജറിൻ്റെ അണ്ടർ കൊടുക്കാനുള്ളതാണ്. അപ്പം നിങ്ങൾ നേരത്തെ ഇന്ന് ചെയ്ത് തന്നെ ഗ്രൂപ്പിൻ്റെ
ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ലെഡ്ജർ ക്രിയേഷൻ ചെയ്യാനുള്ളടത്ത് ഗ്രൂപ്പിൽ തന്നെ കൊണ്ടുപോയിട്ട് ഈ കമ്പ്യൂട്ടറും ഡെപ്റ്റും ബിൽസ് പേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ശ്രദ്ധിക്കണം. ഗ്രൂപ്പ് വേറെയാണ്, ലെഡ്ജർ വേറെയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ലെഡ്ജർ ക്രിയേഷൻ ആണ്. അതായത് സിംഗിൾ ലെഡ്ജർ ക്രിയേഷൻ. ഓരോ ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ മാസ്റ്റേഴ്സിൽ അക്കൗണ്ടിങ് ഇൻഫോയിൽ ഗ്രൂപ്പിൻ്റെ താഴെ ഉണ്ട് ലെഡ്ജർ. അതാണ് നമ്മൾ എടുക്കേണ്ടത്. ലെഡ്ജർ എടുത്തതിന് ശേഷം എൻട്രി കൊടുക്കുക. അതിൽ ലെഡ്ജർ 2 സെക്ഷനായിട്ട് ചെയ്യുന്നതുണ്ട്. സിംഗിൾ ലെഡ്ജർ ഉണ്ട്, മൾട്ടി ലെഡ്ജർ ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് സിംഗിൾ ലെഡ്ജറാണ്. ആ സിംഗിൾ ലെഡ്ജറിൽ ക്രിയേറ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഏതാണ് ചെയ്യാനുള്ളത്? ഫസ്റ്റ് ചെയ്യാനുള്ള ലെഡ്ജർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ലെഡ്ജറിൻ്റെ അണ്ടർ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ്. അപ്പം നമുക്ക് ആദ്യം അത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ എന്ന് കൊടുക്കുക. അതിൻ്റെ അണ്ടർ വരുന്നിടത്ത് ഫിക്സഡ് അസറ്റ്, അതായത് ഗ്രൂപ്പിലുണ്ടാവും, അതിൽ നിന്ന് സെലക്ട് ചെയ്യുക, ഫിക്സഡ് അസറ്റ് കൊടുക്കുക, എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്യാനുള്ള ഷോർട്ട് കീ Ctrl+A. ഇനി അടുത്തത് ഏതാന്ന് നോക്കുക. അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ബാഡപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്ത് കിട്ടാത്ത കടം. അപ്പോൾ അതിൻ്റെ അണ്ടർ വരുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ അത് അടുത്തത് ക്രിയേറ്റ് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഗ്രൂപ്പ് ആണെങ്കിൽ ഇവിടെ ഗ്രൂപ്പ് ക്രിയേഷൻ എന്നാവും. ഇതെന്താണ്? ലെഡ്ജറാണ്. അതുകൊണ്ട് ഇവിടെ ലെഡ്ജർ ക്രിയേഷൻ എന്നാണ്. അപ്പോൾ നമ്മൾ ബാഡപ്റ്റ് എന്ന് കൊടുക്കുക. ബാഡപ്റ്റിൻ്റെ അണ്ടർ വരുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അത് എൻ്റർ കൊടുക്കുക, സെറ്റ് ചെയ്യുക. ഇനി അടുത്തത് നമുക്ക് ഏതാണ് ചെയ്യാനുള്ളത് നോക്കാം. അടുത്ത് ചെയ്യാനുള്ളത് ബിൽസ് പേയബിൾ. അതായത് ബില്ല് നമ്മൾ അടക്കാനുള്ളതാണ്, പക്ഷെ നമ്മൾ ബില്ല് അടച്ചിട്ടില്ല. അപ്പോൾ നമുക്കത് എപ്പോഴും ബാധ്യതയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കറണ്ട് ലയബിലിറ്റിയിലാണ് വരിക. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യണം നോക്കാം. ലെഡ്ജറിൽ പോവുക, ബിൽസ് പേയബിൾ എന്ന് കൊടുക്കുക. അതിൻ്റെ അണ്ടർ എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റി, നമ്മൾക്ക് ബാധ്യതയാണ്, നമ്മൾ അത് അടച്ചു കൊടുക്കോളം. ഒരു ബില്ലിന് അടക്കാനുണ്ടെന്ന് പറയും. അപ്പോൾ അത് നമ്മൾ കൊടുക്കുക, എൻ്റർ അടിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കാം, നമ്മൾ എത്ര ഉണ്ട്? 3 ലെഡ്ജറുകളാണ് സിംഗിളിൽ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഈ 3 ലെഡ്ജറും അവിടെ അക്സെപ്റ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഗേറ്റ് വേ ടാലിയിൽ തന്നെ ഈ വിൻഡോ എസ്കേപ്പ് അടിച്ചതിന് ശേഷം ലെഡ്ജറിൽ നമ്മൾ സിംഗിൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തതിൻ്റെ താഴത്തുണ്ടാവും എന്ത്? ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനുള്ള. ആ കാണാൻ പോയൊക്കെ അവിടെ ലിസ്റ്റ് ഓഫ് ലെഡ്ജർ എന്നുള്ള ഒരു സെക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ബാഡപ്റ്റ്, ബിൽസ് പേയബിൾ, കമ്പ്യൂട്ടർ എന്ന് കാണാനുണ്ട്. ക്യാഷും പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ ലെഡ്ജറുകൾ എല്ലാ കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി അതിലുണ്ടാവുന്ന ലെഡ്ജറുകളാണ്. നമുക്ക് ക്യാഷും പ്രോഫിറ്റ് ആൻഡ് ലോസും നമ്മളെ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം പ്രത്യേകിച്ച് ഉണ്ടാവില്ല. ഇനി നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്തതിൽ എന്തെങ്കിലും എറർ വരുമ്പോൾ നമുക്കത് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പോവേണ്ടത് ഗേറ്റ് വേ ടാലിയിൽ തന്നെ ഇതിൽ സിംഗിൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന അവിടെ തന്നെ അൾട്ടർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ അൾട്ടർ എടുത്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ കാണാനുണ്ട് ബാഡപ്റ്റ്, ബിൽസ് പേയബിൾ, ക്യാഷ്, കമ്പ്യൂട്ടർ. അപ്പം നമ്മൾ ബാഡപ്റ്റ് കൊടുത്ത് 2 വട്ടം അറിയാതെ കൊടുത്തുന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കണം. അങ്ങനെയാണെങ്കിൽ ഈ അൾട്ടർ എടുക്കുക, ആൾട്ട് ഡി എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കാണിച്ചിരും. ആ ഡിലീറ്റിൽ നമ്മൾ യെസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലെഡ്ജർ അവിടെ നിന്ന് പോയി ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഉണ്ടാക്കിയ കമ്പ്യൂട്ടറും ബിൽസ് പേയബിളും മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് സിംഗിൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യണത് കണ്ടു, അതിൻ്റെ ഡിസ്പ്ലേ കണ്ടു, ആൾട്രേഷനും കണ്ടു. ഈ 3 എണ്ണം ഇപ്പോൾ ചെയ്യാനുള്ളത്. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് മൾട്ടി ലെഡ്ജറാണ്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഓക്കെ. നമ്മുടെ NSMSന്റെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്നതിനായി നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് എഴുതുക. ക്ലാസ് വളരെ ത്രില്ലിംഗ് ആയിട്ട് എടുക്കുക. നല്ല രീതിയിൽ പഠിച്ച് നല്ല ജോലിയിലേക്ക് എത്തിപ്പെടാൻ എല്ലാവരും സഹായിക്കട്ടെ. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.